നല്ല മഴയുള്ള തണുപ്പുള്ള ദിവസങ്ങളിൽ ഈ ചൂടുള്ള ആവി പറക്കുന്ന മുരിങ്ങയ്ക്ക സൂപ്പ് കുടിച്ചാൽ എന്ത് രസമായിരിക്കും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. മുരിങ്ങയ്ക്ക സൂപ്പിന് ഞാൻ ഒരു മുരിങ്ങയ്ക്ക എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നല്ലതായിട്ട് വൃത്തിയാക്കി കഷ്ണിച്ച് വച്ചിരിക്കുക. പിന്നെ സൂപ്പിന് വേണ്ട കാര്യങ്ങൾ: ഒരു വെളുത്തുള്ളി അല്ലി, ഒരു 3 കാന്താരി, കുറച്ച് ചുവന്നുള്ളി, ഒരു അല്ലി, ഒരു ചുവന്നുള്ളി മതി. കുറേ ചുവന്നുള്ളി ഒന്നും വേണ്ട. അത്ര അരി ഞാൻ വെച്ചിരിക്കുകയാണ്. കല ഒലിവ് ഓയിലാണ്, ഒത്തിരി ഒന്നും വേണ്ട. ഒരു വെള്ളോളം ഒലിവ് ഓയിൽ ഒഴിച്ചു. ഇത്രയും ഒലിവ് ഓയിൽ ഞാൻ ഇട്ടിട്ടുള്ളൂ. നോക്കി, ഇത്രയും ഒലിവ് ഓയിൽ ചെറുതായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് നിറം മാറിയാൽ മതി, ഇത്തിരി അങ്ങ് ഫ്രൈ ഒന്നും ആവണ്ട. അപ്പം നിറം മാറിയിട്ടുണ്ട്. അപ്പം നമ്മൾ അതിനകത്തോട്ട് മുരിങ്ങയ്ക്ക ഇടുക, ഒന്ന് വഴറ്റുക. ഓർത്തോണം, ഒത്തിരി എണ്ണയൊന്നും എടുത്ത് ഓയിൽ ഒഴിക്കരുത്. അപ്പോൾ അതിലേക്ക് ഞങ്ങൾക്ക് 2 പേർക്കാണ്. അപ്പോൾ 2 പേർക്കുള്ള വെള്ളം ഒഴിക്കുക. വെള്ളമൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് പോലെ ചേർക്കാം. പറഞ്ഞാൽ ഒത്തിരി വെള്ളമൊന്നും ചേർക്കണ്ട. ഒരു 2 ബൗൾ വെള്ളം, ഒരു 2 ബൗളിലെ സൂപ്പ് വേണമല്ലോ. ഒരു ശകലം ഉപ്പ് ചേർക്കുക. ഇവിടെ ഞാൻ പിങ്ക് റോക്ക് സാൾട്ടാണ് ചേർക്കുന്നത്. നമ്മുടെ സാധാ ഉപ്പും ഈ ഉപ്പും തമ്മിലുള്ള വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ നമ്മൾ നേരത്തെ മുതലേ ഈ ഉപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പം ശരിക്കും എന്താ പറയുന്നത്, എനിക്ക് നല്ല BP ഉണ്ട്. അതുകൊണ്ട് എനിക്കിപ്പം വലിയ BP ഇല്ല. ഇനി ഇത് കഴിച്ചിട്ടാണോ എന്ന് അറിഞ്ഞൂടാ കേട്ടോ. ഇതൊന്നും കഴിച്ചിട്ടൊന്നും അല്ല, അങ്ങനെയൊന്നും വിചാരിക്കരുത്. പക്ഷെ ഞങ്ങൾ റോക്ക് സാൾട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ റോക്ക് സാൾട്ട് ഇടുക. അപ്പോൾ ഇത് നല്ലതായിട്ട് തിളച്ചിട്ടൊന്ന് വേകണം. ഒരു 5-6 മിനിറ്റ്. കാരണം മുരിങ്ങയ്ക്കല്ലേ. അപ്പോൾ അത് തിളച്ചൊന്ന് വേകട്ടെ. അപ്പോൾ നമ്മുടെ സൂപ്പ് റെഡിയാകും. അങ്ങനെ നമ്മുടെ അടിപൊളി സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് കാന്താരി മുളകൊക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് അടിപൊളി എരിയും. നല്ല രസമാണ് ഇത് കുടിക്കാനായിട്ട്.